ഗലീലിയുടെ താഴ്വരകളിൽ നിന്ന്, പുരാതന കഥകൾ മന്ത്രിക്കുന്ന ഒലിവ് മരങ്ങൾക്കിടയിൽ നിന്ന് ആമോസിൻ്റെ പുത്രനായ ഞാൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ കൊണ്ടുവരുന്നു. സർവശക്തൻ്റെ കൈകളാൽ കൊത്തിയെടുത്ത ഒരു പാത്രമായ എൻ്റെ ആത്മാവ് ദർശനങ്ങളുടെ ഒരു നദിയാൽ തടഞ്ഞു നിർത്താൻ കഴിയാത്ത സത്യത്തിൻ്റെ ഒരു പ്രവാഹത്താൽ നിറഞ്ഞിരിക്കുന്നു. മണ്ണിൻ്റെ മക്കളെ, എൻ്റെ അധരങ്ങളിൽ വയ്ക്കപ്പെട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ കർത്താവിനെ ഉയരത്തിലും ഉന്നതിയിലും ഇരിക്കുന്നത് കണ്ടു. അവിടുത്തെ മഹത്വം ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ നശ്വരമായ ബലഹീനതയിൽ ഞാൻ നിലവിളിച്ചു, എനിക്ക് ദുരിതം. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അശുദ്ധമായ അധരങ്ങളുള്ള ഒരു ജനതയുടെ നടുവിലാണ് ഞാൻ വസിക്കുന്നത്. എന്നാൽ കെരൂബ് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലുമായി എൻ്റെ വായയിൽ സ്പർശിച്ചു. എൻ്റെ അകൃത്യം നീങ്ങിപ്പോയി. 1000 പർവ്വതങ്ങളുടെ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ചോദിച്ചു, ഞാൻ ആരെ അയക്കും? ആരാണ് നമുക്ക് വേണ്ടി പോകുക? കാറ്റിലൊരു ജ്വാല പോലെ എൻ്റെ ആത്മാവ് മറുപടി പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയക്കണമേ. അങ്ങനെ കണ്ണുകൾ മൂടിയിരിക്കുന്നവരോടും കാതുകൾ അടച്ചിരിക്കുന്നവരോടും സംസാരിക്കാൻ ഞാൻ അയക്കപ്പെട്ടു. അവരുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച്, കല്ലുപോലെ കഠിനമായ അവരുടെ ഹൃദയങ്ങളെക്കുറിച്ച്, സഹോദരങ്ങളുടെ രക്തത്താൽ കളങ്കപ്പെട്ട അവരുടെ കൈകളെക്കുറിച്ച് അവരോട് പറയാൻ ഞാൻ അയക്കപ്പെട്ടു. എന്നാൽ എൻ്റെ പ്രവചനം ദുഃഖത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല. എന്തെന്നാൽ ഞാൻ ഇരുട്ടിൽ ഒരു വെളിച്ചം കണ്ടിരിക്കുന്നു, പരാജയപ്പെടാത്ത ഒരു വാഗ്ദാനം. ഞാനൊരു കുഞ്ഞിനെ കണ്ടിരിക്കുന്നു, ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച ഒരു ഇളം ചിനപ്പ്. അതിന്മേൽ കർത്താവിൻ്റെ ആത്മാവ് വസിക്കും. അവൻ തെരുവുകളിൽ നിലവിളിക്കുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യുകയില്ല. എന്നാൽ അവൻ രാജ്യങ്ങൾക്ക് നീതി കൊണ്ടുവരും. അവൻ അന്ധരുടെ കണ്ണുകൾ തുറക്കും, തടവുകാരെ സ്വതന്ത്രമാക്കും. അവൻ ജനങ്ങൾക്ക് ഒരു ഉടമ്പടിയും വിജാതീയർക്ക് ഒരു വെളിച്ചവുമായിരിക്കും. മരുഭൂമി ഒരു റോസാപ്പൂവ് പോലെ വിരിയുന്നതും വരണ്ട ഭൂമിയിൽ നീർച്ചാലുകൾ പൊട്ടിപ്പുറപ്പെടുന്നതും ഞാൻ കണ്ടിരിക്കുന്നു. സിംഹം കുഞ്ഞാടിനോടൊപ്പം കിടക്കുന്നതും ഒരു ചെറിയ കുട്ടി അവരെ നയിക്കുന്നതും ഞാൻ കണ്ടിരിക്കുന്നു. എന്തെന്നാൽ സമുദ്രങ്ങളെ വെള്ളം മൂടുന്നത് പോലെ ഭൂമി കർത്താവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. നീതിയും സമാധാനവും പുലരുന്ന ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടിരിക്കുന്നു. ആ ദിവസത്തിൽ കർത്താവ് എല്ലാ മുഖങ്ങളിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റും. അവിടുന്ന് അവിടുത്തെ ജനത്തിൻ്റെ നിന്ദ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യും. ഇതാണ് പ്രവചനം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സത്യത്തിൻ്റെ ഒരു നദി. ഇത് തകർച്ചയുടെ ഒരു കഥയും സൗഖ്യമാക്കാനുള്ള ഒരു വാഗ്ദാനവുമാണ്. ദുഃഖത്തിൻ്റെ ഒരു ഗീതവും പ്രത്യാശയുടെ ഒരു സ്തുതിഗീതവുമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്രതിഫലനം കാണാൻ കഴിയുന്ന ഒരു കണ്ണാടിയും ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ജാലകവുമാണ്. കേൾക്കാൻ കാതുള്ളവൻ കേൾക്കട്ടെ.